സോ ദിൽഷ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ പറയൂ, ഏതൊരു ഏജിലാണ് വരയ്ക്കണം, എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ തോന്നിയത്, അല്ലെങ്കിൽ ആരാണ് ആ കഴിവ് വീട്ടിൽ കണ്ടുപിടിച്ചത്? ഞാൻ ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പഠിച്ചിട്ടുണ്ടോ വരയ്ക്കൽ? എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കൊറോണ ലോക്ക്ഡൗൺ ടൈമിലാണ് കാര്യമായിട്ട് പിന്നെ ഡ്രോയിങ്ങിലേക്ക് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് സ്റ്റാർട്ട് ആ, ചെയ്തത്. അപ്പൊ വളരെ ചെറിയ ഒരു സമയം ആയിട്ടുള്ളൂ. അപ്പൊ അതിന് മുൻപ് നോർമൽ ആയിട്ട് വരയ്ക്കുക മാത്രമേ ഉണ്ടായിരുന്നു? നോർമലായിട്ട് വരയ്ക്കലുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇനി നെക്സ്റ്റ് കോഴ്സിന് വേണ്ടി നോക്കുക. അത് ശരി. അപ്പൊ ഈ രണ്ട് കൈ കൊണ്ട് വരയ്ക്കും എന്ന് പറഞ്ഞു, അതുപോലെ ചുണ്ടുകൊണ്ട് വരയ്ക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ? അത് വീട്ടിലിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്താണ്. ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നല്ല ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല കൈ ഈ ചുണ്ട് വെച്ചിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് കണ്ണിന്റെ ഒരു ഫോക്കസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? അത്യാവശ്യം നല്ല ഫോക്കസ് വേണ്ടി വരും. ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഏതൊക്കെ രീതികളുണ്ട്? ഞാൻ നെയിം ആർട്ട് ചെയ്യാറുണ്ട്. ചേട്ടന്റെ പേര് വെച്ചിട്ട് നെയിം ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോമ്പസ് വെച്ചിട്ട് വരച്ചിട്ട്, പിന്നെ രണ്ട് കൈ കൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വാ കൊണ്ട് വരച്ചിട്ട്. ആൻഡ് കുറെ റെക്കോർഡ്സ് സ്വന്തമായിട്ട് അതെ, പഠിക്കാതെ തന്നെ. ആൻഡ് ഒരുപാട് റെക്കോർഡ്സ് ദിൽഷയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അതായത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട് അല്ലെ, പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ കലാം വേൾഡ് റെക്കോർഡ്, ഇന്റർനാഷണൽ റെക്കോർഡ്. അതെല്ലാം എപ്പോഴാണ്? ഈ കൊറോണ സമയത്ത് തന്നെയാണ്? ഈ കൊറോണ ടൈമിൽ തന്നെയായിരുന്നു. നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം, ഈ റെക്കോർഡ്സ് എല്ലാം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ, അത് ഇതെല്ലാം ചെയ്യുന്നോണ്ടാണോ കിട്ടിയത്? അല്ല, എനിക്ക് 3.5 മണിക്കൂർ കൊണ്ട് 8 ചിത്രങ്ങൾ വരച്ചിട്ട് 3.5 മണിക്കൂർ കൊണ്ട് 8 ചിത്രങ്ങൾ 7 എണ്ണം രണ്ട് കൈകൾ കൊണ്ടും 1 വായ കൊണ്ടും വരച്ചത്. ഓ, അങ്ങനെയാണ് കിട്ടിയത്. പിന്നെ എന്താണ്, അതായത് വീട്ടിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക്, അതായത് ഫാമിലിയിൽ ആരെങ്കിലും വരയ്ക്കോ, അല്ലെങ്കിൽ ഈ ഒരു കലയുമായിട്ട് റിലേറ്റഡ് ആണോ ആരെങ്കിലും? അച്ഛൻ വരയ്ക്കും. അനിയത്തി ഫൈൻ ആർട്ട് കോളേജ് സ്റ്റുഡന്റ് ആണ്, സെക്കൻഡ് ഇയർ ആണ്. ആൻഡ് ഇത് ദിൽഷയുടെ ഫസ്റ്റ് ടെലിവിഷൻ സ്റ്റേജ് ആണ് അല്ലേ? ഒരുപാട് വേദികളിൽ പോയിട്ട് പടം വരച്ചു, സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഒരു TV ചാനലിൽ ആദ്യമായിട്ടാണ്. അതെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ഇന്ന് നേരിട്ട് കാണാൻ സാധിക്കുകയാണ്. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സോ ആരൊക്കെയാ വന്നിരിക്കണമെന്ന് വേഗം പറഞ്ഞോളൂ. ദിൽഷയുടെ അച്ഛനാണ്. അച്ഛൻ പേര് പറയൂ. എൻ്റെ ഒരു ദേവദാസ്. അച്ഛൻ വരയ്ക്കും എന്നാണ് ദിൽഷ പറഞ്ഞത്. അപ്പൊ അച്ഛൻ ചെറുപ്പം മുതലേ എവിടെയെങ്കിലും പോയി പഠിച്ചതാണോ, അതെയോ സ്വന്തമായിട്ട് ഇതുപോലെ? ഇല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുമാരൊക്കെ വരച്ചിരുന്നു. പിന്നെ സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ അങ്ങനെ വരയ്ക്കാറില്ല. ഇപ്പൊ പക്ഷെ വരയ്ക്കലൊന്നും ഇല്ല? ഒന്നുമില്ല. ഇപ്പൊ മകളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഇങ്ങനെ യാത്രകളാണ്. അവളെ ഈ വെക്കേഷൻ ഈ കോവിഡ് എന്ന സമയത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് ഞാൻ A4 കൊണ്ടുകൊടുത്ത് അതിലിങ്ങനെ കുറച്ച് ചിത്രങ്ങൾ വരച്ച് ഇങ്ങനെ ഇടിയതാ. പിന്നെ അങ്ങനെയാണ് അമ്മനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ നടന്മാരെ വരയ്ക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു വരച്ചു നോക്കുന്നു. അങ്ങനെയാണ് വരച്ചു തുടങ്ങിയത്. പിന്നെ റെക്കോർഡിന് കൊടുക്കട്ടെ ചോദിച്ചപ്പോൾ നീ കൊടുത്തു നോക്ക്, കഴിയുമ്പോൾ നിന്റെ കഴിവിനനുസരിച്ച് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അവളെ റെക്കോർഡിന് കൊടുത്തത്. റെക്കോർഡും കിട്ടി. സൂപ്പർ. ഇനി ഇത് അമ്മ, ദിൽഷയുടെ അമ്മയാണ്. അമ്മയുടെ പേര് പറയൂ. എൻ്റെ പേര് സജിത. ചേച്ചി എന്ത് ചെയ്യണു? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. അപ്പൊ ചേച്ചി പറയൂ, ദിൽഷയിൽ ഈ ഒരു കഴിവ് കുഞ്ഞുനാളില് ചേച്ചി എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചിരുന്നോ? ചെറുപ്പത്തില് വരയ്ക്കായിരുന്നു. കുറച്ചൊക്കെ വരയ്ക്കും. പിന്നെ അവൾക്ക് ഡാൻസിനായിരുന്നു കൂടുതൽ. പിന്നെ ഡാൻസ് പ്രോഗ്രാമായിട്ട് പോയി. പിന്നെ അത് വിട്ടതിന് ശേഷം ഇപ്പോൾ ഡ്രോയിങ്ങിലേക്ക്. ഫുള്ളി ഡ്രോയിങ്ങിലേക്ക്. ഇത് ദിൽഷയുടെ സിസ്റ്റർ ആണ്. പേര് ദീനാമോൾ. ഓക്കെ, ദിൽന പറയൂ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ദിൽന എന്ന് പറഞ്ഞൂടെ എന്നോട്? ഇല്ല, ചെവിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ദിൽനാമോൾ പറയൂ, എന്ത് ചെയ്യണു? ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോ ദിൽനയ്ക്കും ഇതേപോലെ ചേച്ചി വരയ്ക്കുന്ന കണ്ടിട്ടാണോ ഇതിലോട് ഇഷ്ടം? ഞാനും ചെറുപ്പത്തിൽ ഇതേമാതിരി ചേച്ചിന്റെ മാതിരി കുറെ വരയ്ക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇതേപോലെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്തോ? ഇല്ല, ഇതുവരെ നോക്കിയിട്ടില്ല. ചേച്ചിയെ നോക്കിയിട്ടുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് അത് ആവട്ടെ. അപ്പൊ കുടുംബപരമായിട്ട് പലതരം വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ചെയ്ത് ഒരുപാട് റെക്കോർഡ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് സ്വന്തമായിട്ട് വരട്ടെ. ഇനി ഇദ്ദേഹം ദിൽഷയുടെ ചേച്ചിയുടെ മോനാണ്. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി ദിൽഷയുടെ പെർഫോമൻസിലേക്ക് പോകാം. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്താണ് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ 2 ഹാൻഡ് ഡ്രോയിങ് ആണ്. 2 ഹാൻഡ് ഡ്രോയിങ്. അതെ, ഒരേ സമയം 2 ചിത്രം. അത് ആക്ടേഴ്സ് തന്നെയാണ്? ആക്ടേഴ്സ് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും. ലാലേട്ടനും മമ്മൂക്കയും. സൂപ്പർ. അപ്പൊ നമുക്ക് കാണാം അല്ലേ? റെഡി?
റോഷ്ക ആൻഡ് ലാലേട്ടൻ, ഇവർ രണ്ടുപേരെയാണ് ദിൽഷ വരച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ? ഭയങ്കര അടിപൊളി പിക്ചർ, സൂപ്പർ. നല്ല പ്രൗഢിയോടെ രണ്ടുപേരും നല്ല പ്രൗഢിയോടെ നിൽക്കുന്നു. അതെ അതെ അതെ. സോ ദിൽഷ, അതായത് ഒരു കൈകൊണ്ട് വരയ്ക്കുക, പടം വരയ്ക്കുക എന്ന് പറയുന്നതിന് വളരെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ളൊരു കലയാണ്. ഒരു കൈകൊണ്ട് വരയ്ക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഈ രണ്ട് കൈകൊണ്ടും വരയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരു ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ഒക്കെ നമുക്ക് ഈ പിക്ചേഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്ത്, നമ്മൾ ഒരു സ്ഥലത്ത് ദിൽഷ മുടിയായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ മുടി ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ കൈ മൂവ്മെന്റ്സ് വരും, പക്ഷെ കണ്ണ് വരയ്ക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് വേണം. അത് രണ്ടും അറ്റ് എ ടൈമാണ് ദിൽഷ ചെയ്തത്. അപ്പോൾ അതെനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നി. അടിപൊളി. എന്തായാലും ഒരു എന്താ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മുടെ ഷോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായല്ലോ അല്ലേ? നേരിട്ട് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ. നമ്മളെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. നേരിട്ട് കാണാൻ പറ്റില്ല. അതെ അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഫോട്ടോ വരയ്ക്കണേ. എന്തായാലും വരയ്ക്കും. ശരി, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ദിൽഷയ്ക്ക് ഒരു സമ്മാനമുണ്ട്, അത് കൊടുക്കണം. ഓക്കെ.